അത് വീഡിയോ ആയിരുന്നു. ഹായ് ഗൈസ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹൽവയാണ്. ഹൽവ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ വേറെ ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് സമയമൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. ആ ഹൽവയുടെ പേര് ബോംബെ കറാച്ചി ഹൽവ എന്നാണ്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പം കറാച്ചി ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് 1 കപ്പ് കോൺഫ്ലവർ ആണ്. അപ്പം നമ്മൾ ഏത് കപ്പിന് എടുക്കുന്നോ ആ കപ്പിന് തന്നെ ആയിരിക്കണം അളവ്. ഇതിപ്പോൾ ഞാനൊരു 1 കപ്പാണ്, മെഷർമെൻറ്റ് കപ്പ് 1 കപ്പിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ വെള്ളവും ചേർക്കണം. ഇതിപ്പോൾ എടുത്തതിന് ഈ കപ്പിന് തന്നെ 2 കപ്പ് വെള്ളം, നോർമൽ വാട്ടർ, നമ്മുടെ ചൂടുവെള്ളം എടുത്തൊഴിച്ചാൽ കട്ട പിടിക്കും. ഒരു നോർമൽ വാട്ടർ ഒഴിച്ച് അത് കലക്കണം. ആദ്യം 1 കപ്പ് ഒഴിച്ചിട്ടൊന്ന് കലക്കാം. അങ്ങനെ കലങ്ങാൻ അങ്ങനെ വലിയ പാടൊന്നുമില്ല. ഇട്ടിട്ട് കുറേ അങ്ങനെ വേഗം കട്ട പിടിക്കുകയൊന്നുമില്ല. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി 1 കപ്പ് വെള്ളവും കൂടി ഒഴിക്കണം. അല്ലെന്തോ വീണ് കിടക്കുന്നു. 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ കലക്കി, അടിയിലൊന്നുമില്ല, എല്ലാം നല്ല ഇതായി. ഇങ്ങനെ ഈ അവസ്ഥയായി നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ ഹലുവ തയ്യാറാക്കി ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേ ശരിയാക്കി വെക്കണം. എല്ലാ ഭാഗവും നെയ്യ് തടവിയിട്ട് ഒരു ട്രേ ഇത് ചെയ്ത് വെക്കണം. എല്ലാ ഭാഗവും ആയോ നല്ലപോലെ എല്ലാ ഭാഗത്തുനിന്ന് ഇളകി വരണം. വെച്ചിട്ട് നല്ലപോലെ തേച്ച് വെക്കണം. ഓക്കെ, നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് തികച്ചും ഓപ്ഷണലാണ് ഇങ്ങനെ എന്താ പറയുക, ഹലുവ എടുക്കുമ്പം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ട് എടുത്ത് ഇങ്ങനെ വെക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഉണ്ടായതുകൊണ്ട് വെക്കുകയാണേ. ഇനി നമുക്ക് പഞ്ചസാര എടുക്കാം. പഞ്ചസാര നമ്മൾ ഈ കപ്പിന് 1 കപ്പും പിന്നെ ഒരു 1/4 കപ്പ്, അതൊക്കെ നമ്മുടെ ടേസ്റ്റ്. പഞ്ചസാരയൊക്കെ നമ്മൾ എത്ര വേണം, മധുരം ഒരുപാട് വേണ്ടവർ അങ്ങനെ എടുക്കണം, അല്ലാത്തവർ അത് കുറച്ചെടുക്കണം. ഇവിടെ ഐശോയ്ക്ക് ഭയങ്കര മധുരം ഇഷ്ടമാണ്, ഹലുവയുടെ മധുരം. അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത്. ഞാൻ എടുത്ത ആ പഞ്ചസാരയുടെ അളവിലെടുത്ത അതേപോലെ വെള്ളം ചേർക്കണം. അപ്പോൾ 1.25 കപ്പ് വെള്ളം ചേർത്ത് ഇനി ഗ്യാസ് കത്തിച്ച് ഇത് അലിയിച്ചെടുക്കണം. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഒരുപാടങ്ങ് ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടണം. ആ വെള്ളം ഒന്ന് തിളയ്ക്കണം. ഇപ്പം നല്ലപോലെ തിളച്ച് വന്നു. തിളച്ച് വരുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലോറിൻ്റെ പൗഡർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരമായി, ഇങ്ങോട്ട് കാണിക്ക്, കുറച്ച് നേരമായി. അപ്പോൾ അന്നൊരു അടിയിലൊരു പിടുത്തം പോലെ ഉണ്ടാവും. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. നല്ലപോലെ ഇളക്കി കട്ടയില്ലാതെ ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ കുറച്ച് നേരം ആയല്ലോ കലക്കി വെച്ചത് കൊണ്ട്, അതുകൊണ്ടൊരു ഒരു അടി പിടുത്തം പോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി ആ ബലം പിടുത്തം അങ്ങ് ലൂസാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
ഇനി ഇത് നല്ലപോലെ ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇതൊന്ന് ഇതാവുന്നത് വരെ. ശരി, നിർത്ത്. ആദ്യം ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിക്കണം, എങ്കിലേ നമുക്ക് ആ ഒരു അലുവയുടെ ഒരു ഇത് വരുള്ളൂ, ഫീല് വരുള്ളൂ. ഇത് നന്നായി ഇളക്കണം. മൊത്തം 6 സ്പൂൺ വേണം. ഇപ്പോൾ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം ഇങ്ങനെ. ഈ പരുവാകുമ്പോൾ നമ്മളിതിനകത്തേക്ക് നമുക്കിഷ്ടമുള്ള കളറ് കൊടുക്കാം. ഞാനിവിടെ ചുവപ്പ് കളറാണ് കൊടുത്തത്. ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇടാം, പിന്നെ കുറച്ച് കാഷ്യൂനട്ട് കടിക്കാൻ വേണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്ത് അങ്ങ് പൊടിഞ്ഞു പോയി. നിങ്ങൾ ചെയ്യുമ്പം പൊടിക്കണ്ട, അല്ലാതെ എടുക്കുക. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇങ്ങനെ നമ്മുടെ ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം. എന്താ ഇങ്ങനെ വിട്ട് വരുന്ന പാകമാകുമ്പോൾ ഒരു എൻ്റെ നെയ്യ് എവിടെ ഇതോ ഇരിക്കുന്നു, ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നമ്മൾ ഇത് ഇപ്പോൾ ശരിക്കും ഒന്നുകൂടെ ഒരു ഷൈനിങ് കളർ പോലെ ആയില്ലേ, തേച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ഷേപ്പാക്കുക. ഒരു സ്പാച്ചിലയോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഷേപ്പാക്കി, സ്പാച്ചിലയോ സ്പൂണോ വെച്ചിട്ട് ഷേപ്പാക്കി കൊടുക്കുക. 2 മണിക്കൂറിന് ശേഷം നമുക്കിനി കാണാം. അങ്ങനെ നമ്മുടെ ഹലുവ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഏതവസ്ഥയാണ്! ഓ കണ്ടോ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെയുണ്ട്. ഒരു സൈഡൊക്കെ കാണിക്കാൻ, ഞാൻ സൈഡിൽ കാണിക്കാം. എന്തോ നല്ല ഭംഗിയില്ലേ കാണാൻ? നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ ഇല്ലേ അതിന് ഉണ്ട്. അപ്പം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അടിപൊളി. നോക്കൂ, നന്നായിട്ടില്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എത്ര ടേസ്റ്റി ആയിരിക്കും ഇതെന്ന്. ഒരു മിനിറ്റ്, ഞാനൊരു ചെറിയ പീസൊന്ന് കഴിച്ച് നോക്കട്ടെ. കഴിക്കുന്നവർക്കുണ്ടാവും. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. മധുരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ ഇച്ചിരി അയനയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. കഴിച്ച് നോക്കിയിട്ട് പറ അയന.
വാ നിറച്ചാലും വേണ്ട, എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. നന്നായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ താങ്ക് യു.